നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ടെലിവിഷൻ കോമഡി രംഗത്തെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന താരമാണ് ഉല്ലാസ് പന്തളം. തന്റെ കൗണ്ടറുകൾ കൊണ്ടും വ്യത്യസ്തമായ ശരീരഭാഷ കൊണ്ടും നടൻ ആരാധകരുമേറെയാണ്. മാസങ്ങൾക്ക് മുൻപാണ് നടൻ വിവാഹിതനായ വാർത്തകൾ പുറത്തുവന്നത്. മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് അദ്ദേഹത്തിന്റെ ജീവിതസഖിയായി എത്തിയത്. സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത്. ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ എത്തിയതോടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ആരാധകരും എത്തി. ഉല്ലാസിന്റെ രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ വിമർശനത്തോടെയാണ് ചിലർ വാർത്ത സ്വീകരിച്ചത്. ആദ്യ ഭാര്യ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമത് വിവാഹം കഴിച്ചതിനെയാണ് ചിലർ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യമായിരുന്നു ഉല്ലാസ്. ഉല്ലാസിന്റെയും ദിവ്യയുടെയും വിവാഹം നടന്നത് വളരെ ലളിതമായിട്ടായിരുന്നു. വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് വിവാഹ വാർത്ത ആരാധകർ അറിയുന്നത് തന്നെ. വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു വിവാഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ വിവാഹത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളും പഴികളും ഉല്ലാസിന് കേൾക്കേണ്ടി വന്നു. ഭാര്യയുടെ മരണത്തിന് പിന്നാലെ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു പഴികൾ മുഴുവൻ ഉല്ലാസിന്റെ നേർക്ക് വന്നത്. എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും ഉല്ലാസ് പ്രതികരിച്ചില്ല. പകരം വിമർശകർക്ക് മുൻപിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുത്തു. ദിവ്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഉല്ലാസ്. ദിവ്യ സാമൂഹിക സേവനത്തോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട്. ഉല്ലാസിന്റെ രണ്ട് മക്കളും ദിവ്യയ്ക്ക് സ്വന്തം മക്കൾ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിലും ദിവ്യ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. കുടുംബത്തിന് എത്രത്തോളം പ്രാധാന്യം ദിവ്യ നൽകുന്നുണ്ടെന്ന് അവരുടെ പോസ്റ്റുകളിൽ നിന്നും തന്നെ വ്യക്തമാണ്. മക്കളെ ഉപേക്ഷിച്ചാണ് ഉല്ലാസ് പോയതെന്ന ഏറ്റവും വലിയ ആരോപണത്തിന് മറുപടി കൂടിയാണ് ദിവ്യയും ഉല്ലാസും തമ്മിലുള്ള ജീവിതം. ഈ അടുത്താണ് ഉല്ലാസും ദിവ്യയും ചേർന്ന് ഹോട്ടൽ സംരംഭത്തിലേക്ക് കൂടി കടന്നത്. പന്തളത്ത് ജനപ്രിയ ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഉല്ലാസിന്റെയും ദിവ്യയുടെയും പുതിയ തുടക്കം. രണ്ടാം വിവാഹം ചെയ്തതിന്റെ പേരിൽ പഴിച്ചവർ ഒക്കെയും ഇന്ന് ഉല്ലാസിനും ദിവ്യയ്ക്കും നിറഞ്ഞ മനസ്സോടെ ആശംസകൾ നേരുകയാണ്. 2022 ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത്. ആത്മഹത്യയായിരുന്നു. വീടിന്റെ 1-ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ആശയെ കണ്ടെത്തുന്നത്. ആശയുടെ കുടുംബത്തിനും പരാതിയില്ലെന്ന് പറഞ്ഞതോടെയാണ് ആരോപണങ്ങൾ കെട്ടടങ്ങിയത്. ഏകദേശം 32 വയസ്സുവരെ വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഉല്ലാസ്. വിവാഹത്തിനോടൊരു വിരുദ്ധ സമീപനം. അതിന് മറ്റൊന്നുമായിരുന്നില്ല. കാരണം സ്വന്തമായി ഒരു വീടോ വരുമാന മാർഗമോ ഇല്ലായിരുന്നു. വാടക വീട്ടിലെ ജീവിതം തന്നെയായിരുന്നു വിവാഹം വേണ്ട എന്ന നിലപാടെടുക്കാൻ കാരണം. ആകെ ഉണ്ടായിരുന്നത് 4 സെന്റ് സ്ഥലം ആയിരുന്നുവെന്നും 1 കോടിയിൽ പങ്കെടുക്കവേ ഉല്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം രണ്ടാം വിവാഹശേഷം ഉല്ലാസിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ പ്രതികരണവും വൈറലായിരുന്നു. രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസ് പന്തളത്തിന് നാട്ടുകാർ പറയാനൊന്നും ബാക്കിയില്ല. ഇതെന്താണ്, രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ? ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട് താടിയും നീട്ടി വളർത്തി സങ്കടപ്പെട്ട് കള്ളും കുടിച്ച് ജീവിതവും തുലച്ചും വീട്ടിൽ ഇരിക്കണമോ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത്. വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നോ വേണ്ടയോ എന്നുള്ളത് ഉല്ലാസ് പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ആരാണെങ്കിലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്നാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സ് എന്നൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അയാൾ പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ കുട്ടികളുടെ കാര്യമോ? നഷ്ടപ്പെട്ടത് ആ കുട്ടികൾക്ക് മാത്രം തന്നെയാണ്. സ്വന്തം അമ്മയോളം വരില്ല. ഒരു പെണ്ണില്ലാതെ 90% ആണുങ്ങൾക്കും ജീവിക്കാനാകില്ല. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല എന്നൊക്കെയാണ് കമന്റുകൾ വന്നിരുന്നത് എന്നും സായികൃഷ്ണ പറയുന്നു. എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ. പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു എന്നും അതെന്റെ കുട്ടികളും കാര്യവും ഒക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെടാ എന്ന മാനസികാവസ്ഥയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ കുഴപ്പമാണോ? ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയുമില്ല. എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ടല്ലോ. മരിച്ച ആളുടെ രക്ഷിതാക്കളും ഉണ്ടെന്നാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണവും ഉല്ലാസ് പന്തളത്തിനെതിരെ ഉയർന്നിട്ടില്ലെന്നും സായികൃഷ്ണ കൂട്ടിച്ചേർത്തു. 2022 ഉല്ലാസിന്റെ ഭാര്യയുടെ മരണം. പുലർച്ചെ 2 മണിയോടെ വീടിന്റെ 1-ാം നിലയിൽ തൂങ്ങിയ നിലയിലാണ് ആശയെ കണ്ടെത്തിയത്. 38 വയസ്സായിരുന്നു ആശയ്ക്ക്. മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത സൈബർ ആക്രമണമാണ് ഉല്ലാസിന് നേരിടേണ്ടി വന്നിരുന്നത്. ഇവർ തമ്മിലുള്ള തർക്കവും ഉല്ലാസിന്റെ വഴിവിട്ട ജീവിതവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപിച്ചായിരുന്നു സൈബർ ആക്രമണം. എന്നാൽ ഉല്ലാസിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നായിരുന്നു നിഷയുടെ അച്ഛൻ പോലും പ്രതികരിച്ചിരുന്നത്. അതേസമയം മാനസിക പിരിമുറുക്കം കാരണമായിരിക്കാം മകൾ ആത്മഹത്യയിലേക്ക് എത്തിയതെന്നും പറഞ്ഞിരുന്നു. രണ്ടാം വിവാഹത്തിൽ ആശയുടെ പിതാവ് അടക്കം ഉല്ലാസിന് പിന്തുണയാണ് നൽകിയിരുന്നത്. ആശയുടെ മരണശേഷം ഒറ്റയ്ക്ക് ആയിരുന്നു മക്കളായ ഇന്ദുജിത്തിനും സൂര്യജിത്തിനും ഒപ്പം ഉല്ലാസിന്റെ ജീവിതം. മാനസികമായ എന്തെങ്കിലും അസ്വസ്ഥത കാരണമാകാം മകൾ ആശ ജീവനൊടുക്കിയതെന്നാണ് കരുതുന്നത് എന്നും തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതിയില്ലെന്നും ആയിരുന്നു അന്ന് ആശ
ആശയുടെ അച്ഛൻ ശിവാനന്ദൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി പങ്കിട്ടുകൊണ്ടാണ് ആരാധകർ ഉല്ലാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഈ മനുഷ്യരെല്ലാം എന്താ ഇങ്ങനെ? ഭാര്യ മരിച്ച ദുഃഖത്തിൽ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ? അയാൾ നന്നായി ജീവിക്കട്ടെ. എല്ലാ മനുഷ്യർക്കും അവരവരുടെ സ്വാതന്ത്ര്യം സന്തോഷങ്ങളും ഉണ്ട്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഒരാളുടെ സ്വകാര്യതയിൽ കയറി അഭിപ്രായം പറയുന്നത് ഒരുതരം വൈകല്യം തന്നെയാണ്. ഉല്ലാസിനെ കുറ്റം പറയുന്ന സഹോദരന്മാരോട് നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? അയാൾ കെട്ടിയ സഹോദരി ലോകപരിചയമുള്ള വ്യക്തി തന്നെയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, അവർ ജീവിച്ചോട്ടെ. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത്? വീട്ടുകാര്യം നോക്കുന്നത് അല്ലല്ലോ. പിന്നെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് സമയം മെനക്കെടുത്തുന്നത്? നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു അമ്മ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു ഭാര്യയും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദേശക്കാർക്ക് നല്ല അഭിപ്രായമാണ്. അതുപോലെ കൊണ്ടുപോകുക. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയിൽ നിറയുന്നത്. ഏകദേശം 32 വയസ്സുവരെ വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഉല്ലാസ്. വിവാഹത്തിനോടൊരു വിരുദ്ധ സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിന് മറ്റൊന്നുമായിരുന്നില്ല. കാരണം സ്വന്തമായ ഒരു വീടും വരുമാന മാർഗവും ഇല്ലാതിരുന്നത് തന്നെയായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് 4 സെന്റ് സ്ഥലമായിരുന്നു എന്നും 1 കോടിയിൽ പങ്കെടുക്കവേ ഉല്ലാസ് പറഞ്ഞിരുന്നു.